എല്ലാവർക്കും നമസ്കാരം. സൗന്ദര്യലഹരി പഠനം 37-ാം ദിവസം. ഓം ശ്രീ മഹാദേവിയേ നമ. ഓം ശ്രീ ആദിപരാശക്തിയേ നമ. ശ്രീ മഹാത്രിപുരസുന്ദരിയേ നമ. സൗന്ദര്യലഹരി ശ്ലോകം 37. വിശുദ്ധൗ തേ ശുദ്ധസ്ഫടിക വിശദം വ്യോമജനകം ശിവം സേവേ ദേവീമപി ശിവസമാനവ്യവസിതാം യയോ കാന്ത്യ യാന്ത്യ ശശികിരണസാരൂപ്യസരണേർ വിധൂതാന്തർധ്വാന്ത വിലസിതി ചകോരീവ ജഗതി. എന്നിട്ട് പറയാം. വിശുദ്ധൗ തേ ശുദ്ധ സ്ഫടിക വിശദം വ്യോമജനകം ശിവം സേവേ ദേവീം അപി ശിവസമാനവ്യവസിതാം യയോ കാന്ത്യ യാന്ത്യ ശശികിരണസാരൂപ്യസരണേ വിധൂതാന്തർധ്വാന്ത വിലസതി ചകോരീ ഇവ ജഗതി. അല്ലയോ മഹാദേവി, നിന്തിരുവടിയുടെ വിശുദ്ധി ചക്രത്തിൽ ഒരു സാധകൻ കാണുന്നത് ശുദ്ധസ്ഫടികം പോലെ അതിനിർമ്മലനായും ആകാശതത്വത്തിൻ്റെ ജനകനായും ഇരിക്കുന്ന പരമശിവനെയാണ്. അതോടൊപ്പം തന്നെ ശിവനോട് സമാനമായ, ശിവനോട് തുല്യമായ ശക്തിയുള്ള ദേവിയെയും ഞാൻ ഭജിക്കുന്നു. അപ്പോൾ വിശുദ്ധി ചക്രത്തിൽ ആദ്യമായി കാണുന്നത് ശിവനെയാണ്. ആ പരമശിവനെ ഞാൻ ഭജിക്കുന്നു. അതോടൊപ്പം തന്നെ ശിവനോട് തുല്യ ശക്തിയുള്ള ആ ദേവിയെയും ഞാൻ ഭജിക്കുന്നു. ഒരു സാധകൻ്റെ കാര്യമാണ് പറയുന്നത്. യാതൊരു ശിവശക്തിയിൽ നിന്നും ചന്ദ്രകിരണ സദൃശമായ കാന്തി പ്രസരിക്കുന്നു. ഈ ത്രൈലോക്യം മുഴുവനും നശിപ്പിക്കപ്പെട്ട അജ്ഞാന അന്ധകാരത്തോടു കൂടിയതായിട്ട് ചകോരപ്പക്ഷി എന്ന പോലെ ഉല്ലാസത്തെ പ്രാപിക്കുന്നു. അപ്പോൾ എന്താണ്, ഈ അജ്ഞാനാന്ധകാരത്തിൽ കൊണ്ടാണ് ഈ ത്രൈലോക്യം മുഴുവൻ നശിപ്പിക്കപ്പെട്ടത്. ആ അജ്ഞാനമായ അന്ധകാരത്തെ ഇല്ലാതെയാക്കുന്നു ഈ ചന്ദ്രകിരണ സദൃശ്യമായ കാന്തി. അപ്പം ഇന്ദിരുവടിയുടെ ആജ്ഞാചക്രത്തിൽ സ്ഥിതനും ശുദ്ധ സ്ഫടിക സംകാശനും ആകാശതത്വത്തിൻ്റെ ജനകനുമായ ശിവനെയും ശിവസദൃശ്യയായ ശിവയെയും ഞാൻ ഭജിക്കുന്നു. ഇരുവരിൽ നിന്നും ഉണ്ടാകുന്ന ചന്ദ്രികാസദൃശ്യങ്ങളായ അത്യുജ്വല മനോഹര കാന്തികളാൽ ചന്ദ്രികാപാദത്താൽ ചകോരി എങ്ങനെ സന്തുഷ്ടയായി സമുല്ലസിക്കുന്നതായി ഭവിക്കുന്നുവോ അതുപോലെ ഈ ത്രിലോകത്തിലുള്ള സാധകന്മാരും നിത്യാനന്ദരസമഗ്നന്മാരായി സമുല്ലസിക്കുന്നു എന്ന് പറഞ്ഞാൽ ശിവശക്തി മേളനം നടക്കുമ്പോൾ വിശുദ്ധി ചക്രത്തിൽ ആദ്യം കാണുന്ന ശുദ്ധ സ്ഫടികം പോലെ അതിനിർമ്മലനായിരിക്കുന്ന പരമശിവനെയാണ്. അത് പരമശിവൻ ആകാശതത്വത്തിൻ്റെ ജനകനും കൂടിയാണ്. അതുപോലെ തന്നെ അത്രയും പരമശിവനോടൊപ്പം തന്നെ തുല്യമായ ശക്തിയുള്ള ദേവിയെയും ഞാൻ ഭജിക്കുന്നു. അപ്പം ഇങ്ങനെ ചകോരപ്പക്ഷി എങ്ങനെയാണോ സന്തുഷ്ടയായി സമുല്ലസിക്കുന്നത്, ചന്ദ്രികാപാദത്താൽ ചന്ദ്രിക നിലാവിൽ നിന്നും ഉണ്ടാകുന്ന നിലാവിൻ്റെ ആ ഒരു ശക്തിയിൽ ആ ഒരു മനോഹരമായ കാന്തി ഇങ്ങനെ നുണഞ്ഞ് രസിച്ച് ആ ചന്ദ്രിക അത്യുജ്വല മനോഹരമായ ചന്ദ്രികാകാന്തിയിൽ ചന്ദ്രികാപാദത്താൽ ചകോരപ്പക്ഷി എങ്ങനെയാണോ ഉല്ലസിക്കുന്നത്, ആനന്ദിക്കുന്നത്, അതുപോലെ ഈ ത്രിലോകത്തിലുള്ള സാധകന്മാരും നിത്യാനന്ദരസമഗ്നന്മാരായി സമുല്ലസിക്കുന്നു. ഇപ്പം വിശുദ്ധി ചക്രത്തിൽ കുണ്ടലിനി ആരോഹണം ചെയ്താൽ അന്ധകാര നിവൃത്തിയും മഹാജ്ഞാനത്തിൻ്റെ നിർമ്മലമായ പ്രകാശവും പരിപൂർണാനന്ദവുമാണ് ഉണ്ടാകുന്നത്. വിശുദ്ധൗ തേ ശുദ്ധ സ്ഫടിക വിശദം വ്യോമജനകം ശിവം സേവേ ദേവീമപി ശിവസമാനവ്യവസിതാം യയോ കാന്ത്യ യാന്ത്യ ശശികിരണസാരൂപ്യസരണേർ വിധൂതാന്തർധ്വാന്ത വിലസതി ചകോരീവ ജഗതി. എന്ന് പറഞ്ഞാൽ ശിവശക്തി മേളനമില്ലാതെ ഒരു കാര്യവും ഈ പ്രപഞ്ചത്തിൽ നടക്കത്തില്ല. ത്രിലോകത്തിലെല്ലാം എന്തു വേണം? ത്രിലോകത്തിൽ സാധകന്മാർക്ക് അവർക്ക് നിത്യാനന്ദരസം ഉണ്ടാകണമെങ്കിൽ ഈ ശിവശക്തി മേളനം നടക്കണം. ഈ ശിവശക്തി മേളനം കണ്ടിട്ട് സാധകൻ രസിക്കുന്നു എന്ന് പറഞ്ഞാൽ അപ്പോഴത്തെ ശിവശക്തി വിശുദ്ധി ചക്രത്തിൽ ദേവിയുടെ വിശുദ്ധി ചക്രത്തിൽ എത്തുന്ന ഒരു സാധകൻ ഈ ശിവശക്തി മേളനം കണ്ട്
മഹാ എന്താ പറയുക നിത്യാനന്ദ രസമഗ്നരായി ഉല്ലസിക്കുന്നുവെന്ന് സാരം. അപ്പം ദേവി എന്താണ് ആഗ്രഹിക്കുന്നത്? ദേവി ആഗ്രഹിക്കുന്നത് എൻ്റെ സാധകൻ, എൻ്റെ ഭക്തൻ എന്നിൽ ലയിച്ചു ചേരണമെന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള പ്രയത്നമാണ് ദേവി നടത്തുന്നത്. കാരണം നമ്മൾ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമല്ല ദേവിയെ പൂജിക്കേണ്ടത്. ഈ ദേവിയുടെ മക്കൾ, ഈ ത്രിലോകത്തിലുള്ള എല്ലാവരും ദേവിയുടെ മക്കളാണ്. ആ ദേവിയുടെ മക്കൾ അമ്മയിൽ എത്തിച്ചേരണം, അമ്മയോട് കൂടിച്ചേരണം. അതാണ് നമ്മൾ ത്രിപുരസുന്ദരി മന്ത്രമാണ് നമ്മൾക്ക് വേണ്ടത് എന്ന് പറയുന്നത്. കാരണം നമുക്ക് അവസാനം മോക്ഷപ്രാപ്തിയാണ് വേണ്ടത്. അതില്ലാതെ സ്വാർത്ഥപരമായ കാര്യങ്ങൾ മാത്രം ആഗ്രഹിച്ചല്ല നമ്മൾ ഒരു സാധകൻ മന്ത്രം ജപിക്കേണ്ടത്, അല്ലെങ്കിൽ ദേവിയെ പൂജിക്കേണ്ടത്, അല്ലെങ്കിൽ ദേവിയെ ആരാധിക്കേണ്ടത്. അപ്പം ദേവിയായി ചേരുക, ദേവിയോട് ലയിക്കുക, ദേവിയിൽ ലയിച്ചു ചേരുക എന്നുള്ളതാണ് ആ അമ്മ ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള അമ്മയെ, മഹാദേവിയെ, ഈ ത്രിലോകത്തിൻ്റെ മാതാവായ ദേവിയെ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.